ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ഇപ്പോൾ അക്രമവാസന കൊലപാതക പരമ്പര കൊണ്ട് നിറയുകയാണ്. ഓരോ ദിവസവും പേടിപ്പെടുത്തുന്ന വാർത്തകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കേരളക്കര. ഇന്ന് സഹജീവികളെയും പ്രിയപ്പെട്ടവരെയും ഇല്ലാതാക്കാൻ മടിയില്ലാത്ത തലമുറ ആശങ്കയായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇത് നിയമവാഴ്ചയെ തകിടം മറിച്ചുവെന്ന് ഉറപ്പിക്കാം. ഇന്നത്തെ സാഹചര്യം സമാധാനപൂർണമായ മനുഷ്യവാസം ഇല്ലാതാക്കുമെന്ന് ഉറപ്പാണ്. അക്രമങ്ങൾക്കും കുറ്റകൃത്യങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന സിനിമകൾക്ക് ഇന്ന് കിട്ടുന്ന സ്വീകാര്യതയും ലഹരിയുടെ ഉപയോഗവും എതിരാളികളെ കൊന്നു ജയിക്കുന്ന വീഡിയോ ഗെയിമുകൾ യുവതലമുറയിൽ ചെലുത്തുന്ന സ്വാധീനവും പരിശോധിക്കേണ്ട സമയം എന്നേ കഴിഞ്ഞു. ഇന്ന് കേട്ടുകേൾവി പോലും ഇല്ലാത്ത സംഭവങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നമ്മുടെ സമൂഹം. ഇതിൽ ഓരോന്നും പുതിയതാണ്. അത്തരത്തിൽ താമരശ്ശേരി ഷഹബാസ് എന്ന വിദ്യാർത്ഥിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് നഞ്ചക് എന്ന വാക്ക് നമ്മൾ ആദ്യമായി കേൾക്കുന്നതും കൂടുതലായി അറിയുന്നതും. ഇന്ന് എത്ര പേർക്ക് നഞ്ചക്കിനെ കുറിച്ച് അറിയാം? എന്നാൽ കൊലപാതകത്തിൽ കുറ്റാരോപിതനായ വിദ്യാർത്ഥി നഞ്ചക് ഉപയോഗിക്കാൻ പഠിച്ചത് യൂട്യൂബ് നോക്കിയാണെന്നാണ് പോലീസ് കണ്ടെത്തിയത്. കണ്ടോ, അത്രയധികം കുട്ടികൾ അക്രമരീതികൾ പഠിക്കാനും ഇന്ന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട്. നഞ്ചക് എന്നത് ഒരു പരമ്പരാഗത ആയുധമായാണ് കാണുന്നത്. പേര് കേൾക്കുമ്പോഴേ അറിയാലോ, ഇത് കേരളക്കാരനല്ല. നഞ്ചക്കിന്റെ ഉത്ഭവം അങ്ങ് ഒക്കിനാവയിലാണ്. അതായത് ഇത് പ്രധാനമായും ഒക്കിനാവൻ കൊബുഡോ എന്ന ആയോധന കലയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് എത്തിയതാണ്. കിഴക്കൻ ഏഷ്യൻ, അതായത് കൊറിയൻ, ഫിലിപ്പാനോ, ചൈന, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ ആയോധന കലകളിൽ ഇത് പ്രധാനമായും ഉപയോഗിക്കുന്നുണ്ട്. ചരിത്രം പറയുന്നതനുസരിച്ച് പണ്ട് ചൈനയിൽ കറ്റ മെതിക്കാനായി നിഞ്ചാക്ക് എന്ന കാർഷിക ഉപകരണം കർഷകർ ഉപയോഗിച്ചിരുന്നു. അതാണ് പിന്നീട് നഞ്ചക് എന്ന പേരിൽ ലോകമാകെ ആയോധന വിദ്യയുടെ ഭാഗമായി മാറിയത്. തുടർന്ന് ഇത് യുദ്ധങ്ങളിൽ ഒരു പ്രധാന ആയുധമായി ഉപയോഗിക്കാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ നാം ബ്രൂസ്ലി സിനിമകളിലൂടെയാണ് ഇത് കൂടുതലായും കണ്ടത്. അത്തരം സിനിമകളിലൂടെയാണ് നഞ്ചക് ലോകമെമ്പാടും പ്രശസ്തിയും നേടിയത്. എന്നാൽ ഇന്ന് നഞ്ചക് കായിക വിനോദങ്ങളിലും ആയോധന കലാ പരിശീലനങ്ങളിലും ഉപയോഗിച്ചു വരുന്നുണ്ട്. രണ്ട് ചെറിയ മരക്കഷ്ണങ്ങൾ ഒരു ചങ്ങല കൊണ്ടോ കയറുകൊണ്ടോ ബന്ധിപ്പിച്ചതാണ് ഇതിന്റെ രൂപം. ഇതിന്റെ സ്റ്റിക്കുകൾക്ക് ഏകദേശം 30 സെന്റിമീറ്റർ അല്ലെങ്കിൽ 12 ഇഞ്ച് നീളവും കയറിന് അല്ലെങ്കിൽ ചങ്ങലയ്ക്ക് 2.5 സെന്റിമീറ്റർ അല്ലെങ്കിൽ 1 ഇഞ്ച് നീളവുമുണ്ട്. പരമ്പരാഗത മരത്തിന് പകരം ലോഹം, പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഫൈബർ ഗ്ലാസ് എന്നിവ ഉപയോഗിച്ചാണ് ആധുനിക നഞ്ചക് നിർമ്മിക്കുന്നത്. കരാട്ടെ, കുൻഫു എന്നിവയിൽ പ്രതിരോധത്തിനായും പരിശീലനത്തിനുമായാണ് നഞ്ചക് ഉപയോഗിക്കുന്നത്. ഇതിന്റെ പരിശീലനം വേഗത്തിലുള്ള കൈചലനങ്ങൾ വികസിപ്പിക്കാനും ശരീരനില മെച്ചപ്പെടുത്താനും സഹായിക്കും. കൃത്യമായ പരിശീലനം നഞ്ചക് ഉപയോഗിക്കാൻ ആവശ്യമാണ്. ഈ ആയുധം തെറ്റായി ഉപയോഗിച്ചാൽ ഗുരുതരമായ പരുക്കുകൾക്ക് കാരണമാകുമെന്ന് ഉറപ്പാണ്. അതിനാൽ തന്നെ പ്രൊഫഷണൽ ആയോധന കലാ സ്കൂളുകളിൽ ഉപയോഗിക്കുന്നതൊഴികെ പല രാജ്യങ്ങളിലും ഇതിന്റെ ഉപയോഗം നിയമവിരുദ്ധമാണ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.